പാതിവില തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് എന്തുകൊണ്ട് ഇഡി അന്വേഷിക്കുന്നില്ലെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. ബിജെപി കോൺഗ്രസ് നേതാക്കൾ കുടുങ്ങുമെന്നതുകൊണ്ടാണോ ഇഡിക്ക് താൽപര്യക്കുറവെന്നും ജയരാജൻ ചോദിച്ചു. ഈ തട്ടിപ്പിൽ ഉൾപ്പെട്ട ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും എം വി ജയരാജൻ പറഞ്ഞു. കണ്ണൂരിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ. പാതിവില തട്ടിപ്പിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടും എന്തുകൊണ്ട് ഇഡി അന്വേഷിക്കുന്നില്ല എന്ന ചോദ്യമാണ് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉയർത്തിയത്. കോൺഗ്രസിന്റെയും ബിജെപിയുടെയും നേതാക്കൾ കുടുങ്ങുമെന്നായതുകൊണ്ടാണോ ഇഡിക്ക് താൽപര്യക്കുറവെന്നും എം വി ജയരാജൻ ചോദിച്ചു. ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണനും കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ലാലി വിൽസന്റും കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ മാടായി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കെ.പി. ജയചന്ദ്രനും ഉൾപ്പെടെയുള്ളവർ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുമ്പോൾ പണം നഷ്ടപ്പെട്ടവർക്ക് കോടതി മുഖേന തിരിച്ചു കൊടുക്കാൻ കഴിയുമോ എന്ന പരിശോധന നടത്തുമ്പോൾ, സ്വത്ത് കണ്ടുകെട്ടുമ്പോൾ എന്തേ ഇഡി അനങ്ങാത്ത? അപ്പോ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന ബിജെപിക്കാരെയും കോൺഗ്രസുകാരെയും സഹായിക്കുന്ന ഒന്നായി ഇഡി മാറി. സംസ്ഥാന സർക്കാർ കൃത്യമായ നിലപാടാണ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. പോലീസ് എല്ലായിടത്തും കേസെടുത്ത് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക ടീമിനെയും കേസ് ഏൽപ്പിച്ചു. സ്ത്രീകളടക്കം നിരവധി പേരെ വഞ്ചിച്ചതിനു പിന്നിൽ ആരായാലും അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ രാധാകൃഷ്ണനും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന്റെ ഭാഗമാണ്. ഇരുവർക്കും രക്ഷപ്പെടാൻ കഴിയില്ലെന്നും എം വി ജയരാജൻ പറഞ്ഞു. CSR ഫണ്ടിന്റെ മറവിൽ പകുതി വിലക്ക് സ്കൂട്ടറും മറ്റും വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സരിൻ ശശി, ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് KG ദിലീപ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PM അഖിൽ, PP അനീഷ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.